ഓർക്കിഡ് വെറൈറ്റിയിൽ വരുന്ന ഫെലനോസിസ് എന്ന് പറയുന്ന ഓർക്കിഡാണിത്. ഇത് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ സൈസാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു റിച്ച് ലുക്ക് തരുന്നതാണ്, നമ്മുടെ വീടുകൾക്കൊക്കെ നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഫെലനോസിസ്. ഇതിൻ്റെ തന്നെ മിനിയേച്ചർ ഉണ്ട്. ഇതാണ് ഫെലനോസിസിൻ്റെ മിനിയേച്ചർ ടൈപ്പ്. നിങ്ങൾക്ക് നേരത്തെ കണ്ട ഫ്ലവറും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനേക്കാൾ നേർ പകുതിയുള്ളൂ ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. കണ്ട 2 സ്പൈക്ക് ഉണ്ട്. പക്ഷെ മറ്റേത് നമ്മുടെ സാധാ ഫെലനോസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കുറേ ടൈം വേണം ഒരു സ്പൈക്ക് വരാനും, പിന്നെ ആ ബഡ്സ് ഒന്ന് ഫ്ലവർ രൂപത്തിലോട്ട് വരാനും കുറച്ച് സമയം എടുക്കും. ഫ്ലവർ ആയാലും കുറേ നാളത് നിൽക്കും. പക്ഷേ മിനിയേച്ചർ ഫെലനോസിസ് അങ്ങനെയല്ല, ഫ്ലവേഴ്സ് വേഗം വരും, അതേപോലെ വേഗം തന്നെ അത് പോകുകയും ചെയ്യും. പിന്നെ ഇത് നോക്കിയാൽ കാണാം, ഈ സ്പൈക്കിൽ നിന്ന് അടുത്ത പ്ലാന്റ് വരുന്നതാണിത്. അപ്പോൾ സ്പൈക്ക് ആരും കട്ട് ചെയ്ത് കളയാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്ലാന്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഒൻസീഡിയത്തിൻ്റെ ഏകദേശം 8 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 കളേഴ്സേ നമ്മൾ പുറത്തോട്ടേക്ക് കൊടുക്കുന്നുള്ളൂ. ഉടനെ തന്നെ 8 കളേഴ്സ് നമ്മൾ സെയിലിന് വെക്കുന്നതായിരിക്കും. ഒൻസീഡിയം പ്ലാന്റ്സ് നമുക്ക് വൈഡ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഒൻസീഡിയം ഓർക്കിഡ് വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണെങ്കിലും ഫെലനോസിസ് നോക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഒൻസീഡിയം വളർത്തിയെടുക്കാൻ. വളരെ ലോ മെയിൻ്റെനൻസ് ആണ്. വെള്ളം മാത്രം കൊടുത്താൽ മതി. അതും ഇതേപോലത്തെ വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടിയിൽ വേണം ഒൻസീഡിയം വളർത്തിയെടുക്കാൻ. ഓർക്കിഡ് വെറൈറ്റിയിലെ എപ്പിഡെൻഡ്രം എന്ന പ്ലാന്റാണിത്. ഇതെല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയുന്ന ഒരു പ്ലാന്റാണ്.